ഗുഡ് മോർണിംഗ്. കടുപ്പത്തിലൊരു കഥയിൽ ഓണവിശേഷങ്ങൾ അറിയാനെത്തുന്ന എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് അനിഴം നക്ഷത്രമാണ്. ലോകമെമ്പാടുമുള്ള ജനങ്ങൾ പുതുവത്സരാഘോഷത്തിനായി കാത്തിരിക്കുന്നത് പോലെയാണ് നമ്മൾ മലയാളികൾ ഓണത്തിനായി കാത്തിരിക്കുന്നത്. ചിങ്ങം 1 എന്നത് നമ്മുടെ മലയാള വർഷത്തിൻ്റെ തുടക്കമാണ്. ആണ്ടുപിറപ്പും 1-ാം തീയതി എന്നൊക്കെ മുൻപ് പറയുന്നത് കേട്ടിട്ടുണ്ടാകുമല്ലോ. അതുകൊണ്ട് തന്നെ മലയാള പുതുവത്സരത്തോടൊപ്പം ഓണവും നമ്മളിലേക്ക് എത്തുന്നു എന്ന് പറയാം. കൊച്ചിയിലെ തൃക്കാക്കരയിലാണ് ഓണാഘോഷങ്ങൾ തുടങ്ങുന്നത്. മഹാബലി ചക്രവർത്തിയുടെ രാജ്യ തലസ്ഥാനമായിരുന്നു തൃക്കാക്കര. ഇവിടെ വെച്ചാണ് വാമനൻ മഹാബലിയെ പാതാളത്തിലേക്ക് താഴ്ത്തിയത് എന്നാണ് ഐതിഹ്യം. വാമനന്റെ കാൽ പതിഞ്ഞു എന്ന അർത്ഥത്തിൽ തൃക്കാൽക്കര ലോപിച്ചാണ് തൃക്കാക്കരയായത്. മഹാബലി ചക്രവർത്തിയെ വരവേൽക്കുന്ന ചടങ്ങ് ഇന്നും വളരെ ആഘോഷപൂർവമായാണ് ഇവിടെ നടക്കുന്നത്. 64 നാടുവാഴികൾ ചേർന്നാണ് തൃക്കാക്കരയിൽ ഓണാഘോഷങ്ങൾ നടത്തിയിരുന്നത് എന്നാണ് ചരിത്രം പറയുന്നത്. 1 മാസം നീണ്ടു നിന്നിരുന്ന ഓണാഘോഷം അവസാനത്തെ 10 ദിവസമാണ് അതിൻ്റെ പാരമ്യത്തിൽ എത്തിയിരുന്നത്. എന്നാൽ 12-ാം നൂറ്റാണ്ടോടെ ചേര സാമ്രാജ്യം തകരാൻ തുടങ്ങിയതോടുകൂടി സ്വാഭാവികമായും ഓണാഘോഷങ്ങളുടെ പകിട്ട് കുറയുകയും ഓരോ വീടുകളെയും കേന്ദ്രീകരിച്ച് ഓണാഘോഷങ്ങൾ നടത്തുന്ന രീതിയിലേക്ക് മാറുകയും ചെയ്തു. ഓണവുമായി ബന്ധപ്പെട്ടുള്ള ആഘോഷങ്ങളെയും ആചാരങ്ങളെയും കുറിച്ച് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ചർച്ച ചെയ്യുമ്പോൾ മാവേലിയോടൊപ്പം ഏറ്റവും അധികം പറഞ്ഞു കേൾക്കുന്ന പേരാണ് തൃക്കാക്കരയപ്പൻ. മഹാവിഷ്ണുവിന്റെ പ്രതീകമായാണ് തൃക്കാക്കരയപ്പനെ സങ്കല്പിക്കുന്നത്. പ്രധാനമായും വടക്കൻ ജില്ലകളിലാണ് തിരുവോണ ദിവസം തൃക്കാക്കരയപ്പനെ ഒരുക്കുന്ന ചടങ്ങ് നടക്കാറുള്ളത്. ഉത്രാടം നാളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ തുടങ്ങുന്നു. മഹാബലിയെ വരവേൽക്കുന്നതിനായി വീട്ടുമുറ്റത്തോ ഇറയത്തോ ഉമ്മറക്കോലായിലോ ആയി തൃക്കാക്കരയപ്പനെ ഒരുക്കുന്നു. അരിമാവ് കൊണ്ട് കോലം വരച്ച് അതിനു മുകളിൽ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ രൂപങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. ചില സ്ഥലങ്ങളിൽ ഇതിനെ ഓണം കൊള്ളുക എന്നും പറയാറുണ്ട്. കളിമണ്ണ് കൂടാതെ മരം കൊണ്ടും തൃക്കാക്കരയപ്പനെ ഉണ്ടാക്കാറുണ്ട്. ചെറിയ പീഠത്തിൽ തൃക്കാക്കര തേവരെ സങ്കല്പിച്ചിരുത്തി തുമ്പക്കുടം, ദശപുഷ്പങ്ങൾ എന്നിവ കൊണ്ട് അലങ്കരിക്കുന്നു. കത്തിച്ച നിലവിളക്ക്, ചന്ദനത്തിരി, നാളികേരം, അവല്, മലര്, അട തുടങ്ങിയവയൊക്കെ ഇതിനോടൊപ്പം വെക്കാറുണ്ട്. തൃക്കാക്കരയപ്പനുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. വാദങ്ങളും വിശ്വാസങ്ങളുമൊക്കെ എന്തായാലും തൃക്കാക്കര അമ്പലവും പരിസരവും ഓണത്തോടനുബന്ധിച്ച് ആഘോഷ പരിവേഷം അണിയുന്നത് ഒരിക്കലെങ്കിലും അവിടെ നേരിട്ട് പോയി കാണേണ്ടതാണ്. ഉത്രാട ദിവസം നാക്കിലയിലാണ് തൃക്കാക്കരയപ്പനെ കുടിയിരുത്തുന്നത്. നാക്കില എന്താണെന്ന് അറിയാമല്ലോ. തുമ്പുള്ള തളിരിലയാണ് നാക്കില എന്ന് പറയുന്നത്. നടുവിലൊരു വലിയ തൃക്കാക്കരയപ്പനെയും ഇരുവശത്തായി 2 ചെറിയ തൃക്കാക്കരയപ്പന്മാരെയും കുടിയിരുത്തുന്നു. തുമ്പ, ചെമ്പരത്തി, ചെണ്ടുമല്ലി എന്നിവ കൊണ്ട് ഭംഗിയായി അലങ്കരിക്കും. ശർക്കരയും പഴവും തേങ്ങയും ഒക്കെ ചേർത്തുണ്ടാക്കുന്ന അടയാണ് പ്രധാനമായും അന്നേ ദിവസം നേദിക്കുന്നത്. ചിലർ ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ചേർത്തും ഈ അട ഉണ്ടാക്കാറുണ്ട്. പഞ്ചസാരയാണെങ്കിലും ശർക്കരയാണെങ്കിലും അതീവ സ്വാദിഷ്ടമാണ് പൂവട. മുതിർന്നവരും കുട്ടികളും ഒരേപോലെ കാത്തിരിക്കുന്ന ഒരു നേദ്യം. കളിമണ്ണ് നല്ലവണ്ണം കുഴച്ച ശേഷം നീളത്തിൽ അടിഭാഗം ചതുരത്തിൽ വരുന്ന വിധത്തിലാണ് സ്തൂപങ്ങൾ ഉണ്ടാക്കുന്നത്. ഏകദേശം 1 അടിയോടടുത്ത ഉയരത്തിൽ തന്നെ. അതിൽ 4 ഭാഗത്തും മുകളിലും ചില ദ്വാരങ്ങൾ ഇടാറുണ്ട്. വളരെ വേഗം സ്തൂപങ്ങൾ ഉണങ്ങിക്കിട്ടാനും അതോടൊപ്പം തന്നെ പച്ച ഈർക്കിലിയിൽ കോർത്ത് പൂവുകൾ വെച്ച് കുടയാക്കി അലങ്കരിക്കാനുമാണ് ഇങ്ങനെ ദ്വാരങ്ങൾ ഉണ്ടാക്കുന്നത്. നിറം കൂട്ടുവാൻ നല്ല ഓടിന്റെ കഷ്ണമോ അല്പം കളിമണ്ണോ ചേർത്ത് തയ്യാറാക്കി കഴിഞ്ഞാൽ ഓണത്തപ്പൻ റെഡിയാണ്. പൂജയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ അരി നേർമയായി അരച്ച് ചാന്താക്കിയത് കൊണ്ട് കളിമൺ സ്തൂപങ്ങളെ അണിയിക്കും. തൃക്കാക്കരയപ്പനെ വെച്ച് കഴിഞ്ഞാൽ രാവിലെ കുളിച്ച് ശുദ്ധമായാണ് പൂജകൾ നടത്തുന്നത്. അവലും മലരും പൂവും പഴവും പായസവും ഒക്കെ നേദിക്കാം. ഓണത്തപ്പൻ, തൃക്കാക്കരയപ്പൻ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന വാമനമൂർത്തിയുടെ നേദ്യത്തിനായി കുട്ടികളും മുതിർന്നവരും ആകാംക്ഷയോടെ കാത്തിരിക്കാറുണ്ട്. ഓണവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിലവിലുള്ളത് ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ. കേരളത്തിന്റെ ഓരോ ഭാഗങ്ങളിലും ഓരോ തരത്തിലുള്ള വിശ്വാസമാണ് നിലനിൽക്കുന്നത്. പ്രാദേശികമായി അതാത് സ്ഥലത്തുള്ളവർ അവയെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുകയും ചെയ്യുന്നു. മലയാളികളുടെ ഏറ്റവും വലിയ ആഘോഷമായ ഓണത്തോട് ഏറ്റവും അധികം ഇഴ ചേർന്ന് കിടക്കുന്ന മിത്തിക്കൽ ഇമേജറി തൃക്കാക്കരയപ്പൻ തന്നെ.